ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാലേ ഉമ്മയുടെ കുറച്ച് കഥകളാട്ടോ. കഥകൾ കേട്ടാൽ ആലോചിക്കുമ്പോൾ തന്നെ കുറച്ച് സങ്കടമുണ്ട്. എന്താ വെച്ചാൽ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, ആ സമയത്ത് നമ്മളെല്ലാവരും ആലോചിച്ചിട്ടുണ്ടാവും ചില സാഹചര്യങ്ങളിൽ ഒന്നും മരിച്ചാലോ ഒന്ന്. അതേപോലെ ഉമ്മയൊന്ന് ആലോചിച്ചിട്ടുണ്ടല്ലോ ഉമ്മ? ആ മക്കളെ, ഞാനും ഒന്ന് ഒരു സാഹചര്യത്തിൽ എന്നെ കുട്ടികളെയും കൂട്ടി മരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അപ്പം എൻ്റെ മോൻ പറഞ്ഞേ, ഉമ്മ നമുക്ക് ഇന്ന് മരിക്കണ്ട, നാളെ മരിക്കാൻ പറഞ്ഞു. അത് എങ്ങട്ടാ? റെയിൽവേ സ്റ്റേഷനിൽ കാണും. അപ്പം ഞാൻ അവരോട് പറയാ, ആദ്യം നിങ്ങളെ എൻ്റെ മേലോടി കിടത്തിയിട്ട് കിടക്കും, നിങ്ങൾ കിടക്കണം. അപ്പോഴാണ് എൻ്റെ മോൻ പറഞ്ഞത്, ഉമ്മ നമുക്ക് നാളെ മരിച്ചാലോ പറഞ്ഞ്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഞങ്ങളൊരു വീട്ടിലൊരു അഭയം തേടിയതാണ് ഒറ്റ ദിവസത്തേക്ക്. പിന്നെ അവർ ഞങ്ങളെ അണച്ചു. പക്ഷെ ഞങ്ങൾ ആരാ, എന്താ, ഏതാ എന്നൊന്നും അവർക്കറിയില്ല. എന്നിട്ട് അവർ പിടിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റി നല്ല ഭക്ഷണമൊക്കെ തന്ന് അന്ന് കിടത്തി. അവിടെ അന്ന് കിടത്തി. പക്ഷെ അവരെയൊക്കെ മരിച്ചു പോയാലും മനസ്സൊന്നും പോവില്ല, മറക്കുമില്ല. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ പറഞ്ഞു, ഇനി ഞങ്ങൾ പോവുക പറഞ്ഞ്. അപ്പം അവർ പറഞ്ഞു, ഇനി പോവണ്ട, ഇവിടെ തന്നെ നിൽക്കുന്നു. ആ ഉമ്മയും അവരെ മകനും തീരുമാനിച്ച് ഇവരെ രണ്ടാളെയും സ്കൂളിൽ ചേർക്കണമെന്ന്. അപ്പോൾ ഒരു സ്കൂളിൽ ഈ കുന്നുംപുറം പറയുന്ന ഒരു സ്കൂളുണ്ട്, അവിടെ ചേർത്തി. അവർ പേര് ചേർക്കാത്തത് കൊണ്ട് ഇവരെൻ്റെ 2 മക്കളെയും യത്തീംഖാനയിൽ ചേർത്തിട്ടുണ്ട്. എൻ്റെ മോളെ കൊളപ്പുള്ളി യത്തീംഖാനയിൽ ചേർത്തി, മോനെ വേറൊരു യത്തീംഖാനയിൽ ചേർത്തി. അവിടെ നിന്ന് ചേർത്തിട്ട് എന്നിട്ട് ഇവൻ നിന്നില്ല. അപ്പോൾ അവിടുത്തെ ഉമ്മ പറഞ്ഞ്, ഉമ്മ എന്നല്ല, ഞാനും ഉമ്മച്ചിന്നാ വിളിക്കുക അവരെ. അപ്പോൾ പറഞ്ഞ് ഇനി അവൻ നമ്മളെ കൂടെ നിൽക്കട്ടെ പറഞ്ഞിട്ട് ഇവനെ കൊണ്ടുപോയിട്ട് UP സ്കൂളിൽ ചേർത്തി, പട്ടാമ്പി UP സ്കൂളിൽ. അവിടുത്തെ ടീച്ചർമാർക്കൊക്കെ ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ദിവസം അവിടുത്തെ മീറ്റപ്പ് ഉണ്ടാവുമല്ലോ, അമ്മമാരുടെ മീറ്റിംഗ് ഒക്കെ. അപ്പോൾ അവിടെ ഒരു ദിവസം പോകുമ്പോൾ എന്നോട് ഞാൻ സംസാരിച്ച്, എൻ്റെ കുട്ടീനെ ടീച്ചർമാർ നല്ലപോലെ നോക്കണം, പക്ഷെ പഠിച്ചിട്ടില്ലെങ്കിൽ അടി കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മോൻ പഠിച്ചിട്ടില്ലെങ്കിലും അനുസരണയില്ലെങ്കിലും അടി കൊടുക്കണം, ഞാൻ ചോദിക്കില്ല എന്ന്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ടീച്ചർമാർ ഇന്നൊക്കെ നല്ല സ്വന്തം മകനെ പോലെ നോക്കിയത് കേട്ടോ. അവര് ടൂറിന് കൊണ്ടുപോകും. പിന്നെ ടൂറിനൊക്കെ എന്നെ വിളിച്ച് ചോദിക്കും. ഇങ്ങനെ എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല, അവര് തന്നെ പൈസ ഇട്ട് എൻ്റെ മോനെ, അവൻ ആ സ്കൂളിൽ പഠിക്കുന്നവരെ എവിടെ പോയാലും ആ ടീച്ചർമാര് ഇവനെ സ്വന്തം മക്കളെ പോലെ അവരണച്ചു പിടിച്ച് ടൂറൊക്കെ കൊണ്ടുപോകും. ഇപ്പോഴും ആ ഒരു ബന്ധമുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ ടീച്ചർമാരെ വീട്ടിലേക്ക് പോവും, അവരുടെ പരിപാടിക്കൊക്കെ പോവും. ഇപ്പോഴും ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ ടീച്ചർമാരെ കാണാൻ പോകും. അപ്പൊ പകുതി മുക്കാൽ ആൾക്കാരും റിട്ടയർഡ് ആയി. ഇനിയിപ്പോ ചിലർ ഇവിടെ ഉള്ളവരല്ല, മറ്റേ ആലപ്പുഴ അവിടെ ഇവിടെയൊക്കെ ഉള്ളവരാ. പോണം, ഒരു ദിവസം വീട്ടിലേക്കൊക്കെ പോകണം. പിന്നെ ഇവിടെ ഉള്ള ടീച്ചർമാർ, വാണിയംകുളത്തുള്ള ടീച്ചറുണ്ട്, പട്ടാമ്പി ഉള്ള ടീച്ചർമാരുണ്ട്, അവരൊക്കെ ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ടീച്ചർമാരൊക്കെ എൻ്റെ മോനോട് നല്ല സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് നല്ല പഠിപ്പിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോഴും എൻ്റെ മോള് യത്തീംഖാനയിൽ തന്നെ പഠിച്ച്. ഇവനെ അവരാദ്യം വിട്ടില്ല. എന്നിട്ട് ഞാൻ പോയി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ഇവനെൻ്റെ കൂടെ വേഗം വന്ന്. എന്നിട്ട് ഞങ്ങൾ മഞ്ഞളിങ്ങൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അവിടെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ അറിയണൊരു ഒരുപാട് പേര് സഹായിച്ച. അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയൊരു വീടിലുമ്മ ഒരു മറ്റെന്താ പറയാ, അരിയൊക്കെ ഉണ്ടാവും കേട്ടോ. അരി സ്കൂളിൽ നിന്ന് ഓണത്തിന് കുറെ കുട്ടികളുടെ അരിയൊക്കെ എനിക്ക് തരും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ചാക്കിലെ അരിയൊക്കെ കൊണ്ടുവരിക. ഇവനക്ക് ബസ്സിന് കൊടുക്കണ മഞ്ഞളിങ്ങനെ നമ്മൾ താമസിക്കുമ്പോൾ ബസ്സിന് 50 പൈസയാണ്. അപ്പോൾ ഈ 50 പൈസ ഇവനക്ക് കൊടുത്താൽ അവനെന്താ ചെയ്യുന്നറിയാം, 50 പൈസയും പോക്കറ്റിലിട്ടിട്ട് നടന്നു പോവും, നടന്നു വരും. അപ്പോൾ 1 രൂപ കൊടുക്കും ദിവസം. അപ്പോൾ 50 പൈസ കൂടുതൽ ചോദിച്ചാൽ ഞാനത് എന്തിനാന്ന് ചോദിക്കും. എന്തിനാണെന്ന് കാരണം പറഞ്ഞാലേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കൂല. എന്നിട്ട് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ആ പൈസ എടുത്ത് തരാം. അപ്പം ഞാൻ ചോദിക്കും, ഇത് ഏതാ പൈസ എന്ന്. അപ്പോൾ പറയും, ഉമ്മ ബസ്സിന് തന്ന പൈസ കൂട്ടി വെച്ചതാണ്, ഞാൻ ബസ്സിന് പോയില്ല, നടന്നു പോകുന്നു.
അങ്ങനെ അവിടെ നിന്ന് ഒരു കൂട്ടരെ ഞങ്ങൾ പരിചയപ്പെട്ട്. എനിക്ക് വേറെ പുറത്തെ ജോലി ഒന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, കുറച്ച് മെഴുകുതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ ചെയ്യാ പറഞ്ഞിട്ട് അങ്ങനെ പോയി ഓരോരോ ചർച്ചുകളിലും ഓരോരോ ക്രിസ്ത്യാനികളെ വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് അരമണിക്കൂർ ഒരു ദിവസം കറണ്ട് കെട്ടുണ്ടാവും. അന്നേരം മറ്റേ ഈ കറണ്ട് ലൈറ്റ് ഇതൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, മെഴുകുതിരിയാണ്. അപ്പം എല്ലാ വീട്ടിലുള്ളവരും 2-3 പാക്കറ്റ് മെഴുകുതിരി വാങ്ങും. അങ്ങനെ നല്ല പൈസ ഉണ്ടാക്കി അവർ. എന്നിട്ട് അവരെനിക്ക് മെഴുകുതിരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്ന് അവർ മെഴുകുതിരി ഉണ്ടാക്കി കൊണ്ടിരുന്ന ടൈ ഒക്കെ തന്നു. അങ്ങനെ തന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മെഴുകിന് വില കൂടുകയും ചെയ്ത് അതിന്റെ ടൈ ഒക്കെ വേറെ വാങ്ങണം. അതായത് വില കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ വലിപ്പം കുറയ്ക്കും, മെഴുകുതിരിയുടെ വലിപ്പം കുറയ്ക്കും. അങ്ങനെയാണ് ഇപ്പൊ ഈ ഈർക്കിലി പോലത്തെ മെഴുകുതിരി അല്ലേ, അന്നൊക്കെ 5 റുപ്യക്കൊക്കെ നല്ല തടിയുള്ള ഇത് കിട്ടും. ഇപ്പൊ നമ്മളെ 3 രൂപയ്ക്ക് വാങ്ങണ മെഴുകുതിരിയാണ് അന്ന് 50 പൈസയായിരുന്നു. 4 രൂപയ്ക്ക് വാങ്ങണ മെഴുകുതിരി, 5 രൂപയ്ക്ക് വാങ്ങണ മെഴുകുതിരിയാണ് 2 രൂപയായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ ഒന്നുമില്ല, തിരുപ്പൂര് പറയുന്ന സ്ഥലത്ത് ഈ മെഴുകുതിരിയുടെ ടൈ ഒക്കെ ഉണ്ടാക്കണമെന്ന്. ഒരാൾ നമ്പർ തന്ന് തിരൂരുള്ള ഒരാളുടെ സഹായത്തോടെ അവരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് എല്ലാം പാടെ 5 തരം വേണമെങ്കിൽ 35,000 രൂപ വേണം പറഞ്ഞു. എന്നിട്ട് അത് ചെയ്യാനും എല്ലാവരും എന്നെ സഹായിച്ച് പഴയത് അവർ തന്നത് അവർ തന്നെ കൊണ്ടുപോയി പുതിയത് എനിക്ക് വാങ്ങാനുള്ള ആ സാധനം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ എന്താ ഉണ്ടായി, എൻ്റെ മക്കളെ മെഴുകിന് വില കൂടിയപ്പോൾ നമ്മൾ 1 കിലോ മെഴുകിന് 100 രൂപയ്ക്ക് വാങ്ങുമ്പോൾ 1 കിലോ മെഴുകിൽ 1 രൂപയുടേത് 100 എണ്ണം ഉണ്ടാക്കണം. അപ്പോഴാണ് നമുക്ക് 100 രൂപ കിട്ടുള്ളൂ. പക്ഷെ ആ മെഴുക് വാങ്ങണ പൈസയ്ക്ക് നമ്മൾ മെഴുകുതിരി വിറ്റാൽ നമുക്ക് എന്ത് ലാഭമാണ് കിട്ടുക? അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലുള്ള മുതലാളിച്ചിയുടെ മകള് എന്നോട് ചോദിച്ച്, നസീമത്ത ഞാൻ കുറച്ച് മാക്സി എടുത്ത് തന്നാൽ നിങ്ങൾ വിൽക്കാൻ കൊണ്ടുപോകുമോ ചോദിച്ചു. അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ മെഴുകുതിരിയൊക്കെ കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരെ പരിചയമുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. എന്നിട്ട് ഞാൻ ഇത് കൊണ്ടുപോയി, എന്ത് മാക്സി, മെഴുകുതിരി നിർത്തിയിട്ട് മാക്സി കൊണ്ടുപോയി. അതിന് മെഴുകുതിരി കൊണ്ടുപോകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സൈഡ് ബിസിനസ്സായിട്ട് അച്ചപ്പം ഉണ്ടാക്കി കൊണ്ടുപോകും കേട്ടോ. അച്ചപ്പത്തിന്റെ കഥ വലിയ കഥ. അച്ചപ്പം നല്ല കട്ടിയുള്ള അച്ചപ്പ, അത് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കി കൊണ്ടുപോകണേ നമുക്കറിയില്ലല്ലോ. അപ്പൊ തേങ്ങ പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കണ പോലെ ഉണ്ടാക്കുക. ഈ ആഴ്ച തോറും പോകുമ്പോൾ ഓരോരുത്തരും ഈ അച്ചപ്പത്തിന് വേണ്ടി കാത്തിരിക്കും. അപ്പൊ അതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു കടയിലുള്ള ആള് ചോദിച്ച്, താത്ത നിങ്ങൾ ഒരു ദിവസം എനിക്ക് ഒരു പാക്കറ്റ് അച്ചപ്പം തരണം. ഞാൻ അപ്പോൾ പറഞ്ഞ്, നിങ്ങളുടെ കടയിലുണ്ടല്ലോ അച്ചപ്പം, പിന്നെന്തിനാ? അല്ല, നിങ്ങളുടെ അച്ചപ്പം ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഒന്ന് കഴിച്ചു നോക്കാനാണെന്ന്. അപ്പോൾ അയാൾക്ക് കൊടുത്തിട്ട് പോയിട്ടോ. അന്ന് ഒരു പാക്കറ്റ് അച്ചപ്പത്തിന് 10 രൂപയുള്ളൂ, 10 എണ്ണത്തിന്. അപ്പോൾ 1 രൂപ ഒരച്ചപ്പം. അപ്പോൾ അങ്ങനെ കൊടുത്തിരുന്നു. അപ്പോൾ അയാൾ പിറ്റത്തെ ആഴ്ച പോകുമ്പോൾ പറഞ്ഞ്, നിങ്ങൾ ഒരു പാക്കറ്റ് അച്ചപ്പം തരും, ഈ അച്ചപ്പമ്മ എൻ്റെ അച്ചപ്പമ്മ നമുക്ക് തൂക്കി നോക്കാമെന്ന്. തൂക്കി നോക്കുമ്പോൾ എന്താ, എൻ്റെ മക്കളെ എൻ്റെ അച്ചപ്പം താന്നു പോണ്, അയാൾ അച്ചപ്പം പൊന്തി വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ അങ്ങനെയെന്ന്. അപ്പം എന്നോട് പറഞ്ഞ്, നിങ്ങൾ ഒരു ദിവസം അച്ചപ്പം എത്ര കിലോ അരിക്ക് ഉണ്ടാക്കണ് അതും കണക്ക് വെക്കുക, എണ്ണ എല്ലാം കണക്ക് വെച്ചിട്ട് എത്ര രൂപ ഇതിൽ ലാഭം വരുന്നുണ്ട് നോക്കണം കേട്ടോ എന്ന്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്താ, ഒരു 10 പാക്കറ്റ് അച്ചപ്പമാണ് ഞാൻ കൊണ്ടുപോകുന്നത്, 100 എണ്ണം. ഈ 100 എണ്ണം ഉണ്ടാക്കുമ്പോൾ 3 പാക്കറ്റ് അച്ചപ്പൻ്റെ പൈസ എൻ്റെ കയ്യിൽ നിന്നാണ് പോണത്. അപ്പൊ അങ്ങനെ മാക്സി കച്ചവടം കടയും ഒക്കെ നിർത്തി, എന്നിട്ട് വേറൊരു ജോലിക്ക് പോയി. അങ്ങനെയൊക്കെ എൻ്റെ മോനെ നന്നായിട്ട് ഞാൻ പഠിപ്പിച്ച് കൊടുമുണ്ട എന്ത് സ്കൂളാ അത്, ഹൈസ്കൂളിലാണ് +1 9ാം ക്ലാസ് 10ാം ക്ലാസ് +1 +2 പഠിച്ചത്. അങ്ങനെ ഇവനെ പഠിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ എത്തിക്കണ്. ആ പട്ടാമ്പില ഉമ്മാന്റെ വീട്ടിൽ നിന്നാണ് ഇവിടം വരെ എത്തിയത്. അപ്പോ ഉമ്മ ഈ ഒരു രീതി, അതായത് വട്ടപൂജ എന്ന് പറഞ്ഞാൽ മൈനസ് ഒന്നും ഇവിടെ വരെ എത്തിയില്ല ഉമ്മ. അതാണ് ഞങ്ങളൊക്കെ വളർത്തി. അപ്പൊ നമ്മള് ജീവിക്കണം എന്ന് വിചാരിച്ചാല്
ബാക്കിൽ നിന്ന് കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടാവില്ലേ ഉമ്മ? അതെ, അതേപോലെ എൻ്റെ അനുഭവം കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഒരു സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് പല പേരുണ്ടാവും. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ പറയണതൊക്കെ നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ അങ്ങ് വിടുക. അപ്പോൾ പിന്നെ ആര് പറയണത് നമുക്കതൊരു ബാധകമല്ല. അപ്പം സമൂഹത്തിലുള്ളവർക്ക് മനസ്സിലാവും ആ സ്ത്രീ തെറ്റ് ചെയ്യുന്നില്ല, ആൾക്കാരെ വെറുതെ പറയാണ്, അവര് നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതെങ്ങനെ നമ്മൾ അധ്വാനിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നും. അപ്പം നമ്മൾ അവർക്ക് പിന്നിൽ നിന്ന് നമ്മളെ സഹായിക്കാൻ തോന്നും. അങ്ങനെ ഞങ്ങളെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ മോളെ കല്യാണത്തിന് 10 പൈസ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യില്. ഒരു കുറി കൂടിയിരുന്നു ഞാൻ. അതിൽ എനിക്കൊരു 30,000 രൂപ കിട്ടി. അത് വീട് നേരാക്കാനും പെയിന്റ് അടിക്കാനും അത് കഴിഞ്ഞു. അപ്പൊ എൻ്റെ മനസ്സിൽ തോന്നി, പിന്നെ കമ്പനിന്ന് കിട്ടിയ കുറച്ച് പൈസ PF-ന്റെ പടച്ചോനെ എൻ്റെ മോളെ കല്യാണം ഞാൻ എങ്ങനെ നടത്തും? എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലല്ലോ ഒന്നും. 10 പൈസ ഇല്ലാതെയാണ് ഞാൻ സ്വർണ്ണക്കടയിൽ പോയിട്ട് സ്വർണ്ണം എടുത്തത്. ആ സ്വർണ്ണക്കടയിലുള്ളവരെ വീട് ഇവിടെ അടുത്താ, പക്ഷെ എനിക്ക് അവരെ അറിയില്ല. വെള്ളനാട് ജ്വല്ലറിയാണ്. ജ്വല്ലറി മുത്തു എന്നാ പറയണത് അങ്ങേരെ. പക്ഷെ അങ്ങേരെ ഞാൻ കണ്ടിട്ടുമില്ല, അങ്ങേരെ എന്നെ കണ്ടിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. അവരെ വീട് പോലും ശരിക്കും എനിക്കറിയില്ലായിരുന്നു. 2-3 വീട് കഴിഞ്ഞിട്ടാണ് പിന്നെ അന്വേഷിച്ചപ്പോ അങ്ങനെ തന്ന്. പിന്നെ ചാലശ്ശേരിയിലുള്ള കുറേ ആൾക്കാരുണ്ട്, അവർ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. അതേപോലെ നമ്മുടെ മകളിന്ന് ഞങ്ങളുടെ മകളിന്നും ഒരുപാട് പൈസ എനിക്ക് പിരിച്ച് അന്ന് രാത്രി തന്നെ കൊണ്ടുവന്ന് തന്നു. പിന്നെ ചാലശ്ശേരിയിൽ ഒരാൾക്കുണ്ട് അലിക്ക പറഞ്ഞിട്ട്, അവരെനിക്ക് ഒരുപാട് പൈസ പിരിച്ചു കൊണ്ടുവന്ന് തന്നു. അങ്ങനെ എൻ്റെ മോളെ കല്യാണത്തിന് 10 പൈസ കടയില്ലാതെ എൻ്റെ മോളെ കല്യാണം ഭംഗിയായിട്ട് രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം തന്നെ പൈസ ഒക്കെ കൊടുക്കും. കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, അത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 4-5 പവന്റെ 7.5 പവന്റെ സ്വർണ്ണം എടുത്തിരുന്നു. അതില് കുറച്ച് പൈസ, ബാക്കിയുള്ള സ്വർണ്ണം എത്തിങ്ങാനേന്ന് ഇച്ചിരി കിട്ടി, ബാക്കി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മോന് ജോലി റിസൈൻ ചെയ്യുമ്പോ അവന് ഒരു 75,000 75 കുറച്ച് 1,00,000 അടുത്ത് അവനിക്കും കിട്ടി. അത് എല്ലാം പാടെ എൻ്റെ 10 പൈസ ഇല്ലാതെ സമയത്താണ് മോളെ കല്യാണം. ഇവന് കരയായിരുന്നു സത്യം പറഞ്ഞ. എന്താ വെച്ചാ ഞാൻ കടം വാങ്ങി, അങ്ങനെ കടക്കാരൻ ഞങ്ങളുടെ മുറ്റത്ത് വന്നിട്ടില്ല. അപ്പൊ ഇനി കടം കുറെ ആവുമല്ലേ, അപ്പോഴാണ് ഇവന് കൂടെ. പക്ഷെ എൻ്റെ മനസ്സിൽ ധൈര്യം ഉണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാരും നല്ലപോലെ സഹായിച്ച് മോളെ കല്യാണം ഭംഗിയായിട്ട് 10 പൈസ ഇല്ലാത്തടത്തുനിന്ന് സന്തോഷത്തോടെ കഴിഞ്ഞു പോയി. എനിക്ക് പേടിയില്ലായിരുന്നു, എൻ്റെ മോനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. കടം വീടും ഇവൻ 1 മാസമാണ് സ്വർണ്ണക്കടയിൽ പറഞ്ഞ്. ഞാൻ പറഞ്ഞ് ഒരാഴ്ചയുടെ ഉള്ളിൽ നിങ്ങളെ പൈസ തരാന്ന്. മറ്റേ PF-ന്റെ എമൗണ്ട് കറക്റ്റ് ആ ദിവസം, അതായത് കല്യാണത്തിന്റെ തലേന്ന് തന്നെ കയറി. അതാണ് അത് എല്ലാവർക്കും 1 മാസം കഴിഞ്ഞിട്ടാ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് റിസൈൻ ചെയ്തിട്ട് ആകെ എത്ര 20 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അതാണ് പടച്ചവന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നതും മനുഷ്യരുടെ ഒരു നമ്മളോടുള്ള ഇഷ്ടവും അവരുടെ ദോരിക്കലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയാണ്, ഈ ആത്മഹത്യക്ക് ഒരു പരിഹാരമില്ല. ഇതേപോലെ ജീവിച്ച് കാണിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നന്നായിട്ടിരിക്കുക പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കണം. അഭിനയിക്കരുത് ഞാൻ നല്ല ആളാണെന്ന് പറഞ്ഞിട്ട്. അഭിനയിക്കാതെ നല്ല രീതിയിലിരുന്ന എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാൻ, ഇല്ലാത്തവർക്ക് ഉള്ളവർ നമുക്ക് തന്ന് സഹായിക്കുകയും ചെയ്യും. അവരോട് നമുക്ക് പോയി ചോദിക്കുകയും ചെയ്യാം, എനിക്ക് ഇന്നതില്ല എനിക്ക് വേണം പറഞ്ഞിട്ട്. അപ്പം അവർ 2 കൈ നീട്ടിത്തരും. അതുകൊണ്ട് ആരും മരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല. ഇപ്പൊ എനിക്ക് മരിക്കാൻ തന്നെ തോന്നില്ല. സത്യ മക്കളെ ഞാൻ പറയുന്നത്, ഇനി എന്റെ മക്കളെ കൂടെ ജീവിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അന്നിപ്പോ ഞാനൊരു കാര്യം പറഞ്ഞേ, അന്നിപ്പോ മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വലിയൊരു നഷ്ടബോധമായിട്ടുണ്ടാവില്ല. മരിച്ചു കഴിഞ്ഞാ പിന്നെ എന്ത് നഷ്ടം അറിയുന്നു? ഒന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. ഇങ്ങനെ ആൾക്കാരുണ്ടോന്നല്ല അറിയില്ല ആയിരിക്കും. പിന്നെ ഞാൻ ചിന്തിച്ചിരുന്നു കേട്ടോ, എൻ്റെ മക്കളെ എന്തിനാ ഞാൻ കൊല്ലാൻ കൊണ്ടുപോണ്? അവര് ജീവിക്കേണ്ടവരല്ലേ.
അപ്പം നമ്മൾ മരിക്കണ്ട, നമ്മൾ ജീവിച്ച് കാണിക്കണമെന്ന്. എൻ്റെ മോനിപ്പോൾ ഇവിടം വരെ എത്തി. അതേപോലെ എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത് ഒരു കുട്ടിയായി. എൻ്റെ മക്കളെ ഞാൻ അന്ന് കൊന്നിരുന്നെങ്കിൽ ഇതൊന്നും എൻ്റെ മക്കളെ അനുഭവിക്കില്ല, കാണുമില്ല. ഞങ്ങളിന്ന് പടച്ചോൻ സഹായിച്ച് ഞങ്ങളെ വീട് ചെറുതായാലും ഞങ്ങളെ വീട് ഞങ്ങൾക്ക് സ്വർഗമാണ്. ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ മോൻ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് നിന്ന് ആരൊക്കെ മാക്സി എടുത്തെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ. ഉമ്മാനെ ശരിക്കും അറിയുന്ന ആൾക്കാർ, എന്നെ ശരിക്കും അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ.